വഴികളിലും പാപമായി ശാപമായി നിന്റെ വരികളിലും എൻ്റെ വഴികളിലും ഞാനൊരു പാപിയായി. അത്രേ ഉള്ളൂ പാപത്തിൽ. തിരിച്ചതും തൽക്കാലം അങ്ങനാണേൽ ശരിയാമേ. കുറേ കാര്യങ്ങൾ എനിക്ക് ഞാൻ ഗന്ധർവനെ കുറിച്ച് ഇഷ്ടപ്പെട്ടു, കുറച്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഗന്ധർവന്റെ കഥ തന്നെയായിരുന്നു മെയിൻ. ട്രയൽ റീൽസ് നിന്നും ആ മ്യൂസിക് വീഡിയോ നിന്നും കിട്ടിയ റെസ്പോൺസ് തന്നെയാണ് നമ്മൾ ഇവിടെ കൊണ്ട് എത്തിച്ചത്. ആൾക്കാർ തന്നെയാണ്, നമ്മൾ ഒന്നും ചെയ്യണം, ഇൻസ്റ്റാഗ്രാം തന്നെ നോക്കിയത്. സോമ ആക്സോ മേനിയാക്ക് എല്ലാം കറങ്ങി കഴിഞ്ഞൊരു എന്താ പറയുക അവിയൽ കണക്കിയ ഒരു സാധനം കിട്ടി. ഇപ്പൊ ഗോപി സുന്ദർ ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇല്ലെന്നുള്ള രീതിയാണ്. എഴുതുന്ന ഞാനും എൻ്റെ കൂട്ടുകാരും ഇവരെല്ലാവരും ക്ലിയർ. അപ്പൊ കറങ്ങി തരും നമ്മൾ ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ചെയ്യുള്ളൂ. പറയുന്ന പല ഇങ്ങനെയല്ല പാടും ഞാൻ, പറയുന്ന അങ്ങനെയല്ല ഞാൻ പാടുന്നു. തകരുന്ന തരം പ്രവണതകളും കരളിതളായി. സോങ് റൈറ്റർ, സിംഗർ, മ്യൂസിക് കമ്പോസർ ആക്സോ മേനിയാക്കാണ് ദ ക്യൂ അഭിമുഖത്തിൽ. വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. താങ്ക് യു. ബിഫോർ കമ്മിങ് ടു യുവർ സോങ്സ്, എനിക്ക് ഈ അംശത്തിനെ കുറിച്ച്, പാപം, കൺമിഷൻ എല്ലാത്തിനെയും കുറിച്ച് ഒരുപാട് ചോദിക്കാനുണ്ട്. പക്ഷെ അതിനൊക്കെ മുമ്പ് ബിടെക് എന്ന പ്ലാൻ ബി എടുത്തു കളഞ്ഞപ്പോഴാണ് ഈ മ്യൂസിക് സ്പേസ് ഒരു കൺവിക്ഷൻ വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാൻ ബി ശരിക്കും സ്വാപ്പ് അടിച്ചാലേ, സ്വാപ്പ് അടിച്ച ഒന്നെടുത്ത് ദൂരം കളഞ്ഞെന്ന് മാത്രം. കാരണം ഞാൻ വളർന്നു വന്ന് ഇങ്ങനെ ഒരു ബിടെക് ഡോക്ടർ കുടുംബമാണ്. അച്ഛൻ എഞ്ചിനീയറാണ്, അമ്മ നേഴ്സാണ്, ചേച്ചി ഇപ്പൊ ഡോക്ടറാണ്. അപ്പോഴത്തേക്ക് ഡോക്ടർ എഞ്ചിനീയർ കോംബോ ആയിരുന്നു നമ്മൾ, അതായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ പഠിച്ചു ചെയ്യുകയൊക്കെ ചെയ്ത് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ചെയ്താണ് പഠിച്ചു വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ അതിൻ്റെ എക്സലൻസിൻ്റെ കൂടെ മ്യൂസിക് എക്സൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം മ്യൂസിക് അത് വേറെ ഒരു സ്പേസാണ്. കോളേജ് ലൈഫ് എന്ന് പറയുന്നത് അതിൽ കമ്പ്യൂട്ടർ സയൻസ് അത് ബിടെക് പഠിക്കാൻ വരുന്ന കുട്ടികൾ ബിടെക് പഠിക്കണം. അപ്പോൾ അതിൽ മ്യൂസിക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഫീൽ കുറച്ച് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പേഴ്സണലി. ഒരു 3 കൊല്ലം ബിടെക്കും മ്യൂസിക് കൂടെ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് അവസാനമൊക്കെ വരുമ്പോഴത്തേക്ക് ഉറക്കം 2 മണിക്കൂറായി, 3 മണിക്കൂറായി, കണ്ണ് പിടിഞ്ഞു തുടങ്ങി. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ മനസ്സിലായി ഏതെങ്കിലും ഒന്നും തീരുമാനിച്ചില്ലെങ്കിൽ ഇങ്ങനെ 2 തോണിക്ക് കാലം വെച്ചിരിക്കുന്ന പരിപാടിയായി. ഇപ്പൊ രണ്ടും നടക്കണില്ല. എൻ്റെ ഒരു തൃപ്തിക്ക് മ്യൂസിക്കും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന GPM അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ രണ്ടിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ടായപ്പോഴാണ് ഫെൽ ലൈക്ക് ചൂസിങ് വൺ. അത് ആ സമയത്ത് ലൈക്ക് യൂണിവേഴ്സലിൻ്റെ ഒരു കോളം വന്നു. അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു. ലൈക്ക് ഓക്കെ മ്യൂസിക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ബാക്കിങ് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ഒരു അവസരം നോക്കി നിൽക്കുകയായിരുന്നു ബിടെക് ഒന്ന് വഴിയാണ്. അപ്പോഴത്തേക്ക് പിന്നെ കിട്ടിയത് എടുത്തു, അത്രേ ഉള്ളൂ. ഇപ്പോൾ കമ്പോസ് ചെയ്ത പാട്ടുകളിൽ എല്ലാം ഹോസ്റ്റലിൽ നിന്ന് അംശം ഒഴിച്ച് ബാക്കി എല്ലാം ഹോസ്റ്റൽ റൂമിൽ റെക്കോർഡ് ചെയ്ത് എഴുതിയ പാട്ടുകൾ. അംശം മുംബൈയിൽ എൻ്റെ റൂമിൽ. അതൊരു വ്യത്യാസമൊന്നുമില്ല, അതേ സെയിം മൈക്ക്, അതേ സെയിം കമ്പ്യൂട്ടർ, എല്ലാം. കമ്പ്യൂട്ടർ ഇപ്പം മാറിയിട്ടുണ്ട്, പക്ഷെ മൈക്കും കാര്യങ്ങളും എല്ലാം അത് തന്നെ. നേരത്തെ ബെഡിന്റെ സൈഡിൽ ഇരുന്ന് റെക്കോർഡ് ചെയ്ത് ഇന്നും ബെഡിന്റെ സൈഡിൽ തന്നെ റെക്കോർഡ് ചെയ്യും. അതിൽ വ്യത്യാസം. ഈ മ്യൂസിക് കൊണ്ട് സർവൈവൽ പോസിബിൾ ആണ്, അല്ലെങ്കിൽ മ്യൂസിക് കൊണ്ട് മാത്രം സർവൈവ് ചെയ്യാമെന്ന് ലൈഫിലൊരു ഡിസിഷൻ പോയിന്റ് വരുമല്ലോ, അത് എപ്പോഴായിരിക്കാം ശരിക്കും നിങ്ങളുടെ ഒരു? എൻ്റെ ലൈഫിൽ അതിപ്പോഴും ആക്ച്വലി വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ലൈക്ക് ഐ വുഡ് സേ ലാസ്റ്റ് 4-5 മാസത്തിലാണ് അങ്ങനെ ഒരു സർവൈവൽ എൻ്റെ മ്യൂസിക് കൊണ്ട് മാത്രം നടക്കാൻ പറ്റും എന്നുള്ള സർവൈവൽ വരാൻ പറ്റും. ലൈക്ക് വീട്ടിൽ അന്നം വരും എന്നുള്ള, കൺസിസ്റ്റൻ്റ്ലി വരും എന്നുള്ള ബോധം വന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നു തുടങ്ങുന്നത്. അതുവരെ ഇച്ചിരി കട്ടൻ ഇച്ചിരി ഇൻസെക്യൂരിറ്റി ആയിരുന്നു. കാരണം അല്ലെങ്കിൽ കുറെ എന്നെ പോലത്തെ കുറെ മ്യൂസീഷ്യൻസ് സ്വന്തം പാട്ട് ഇറക്കും, ശരി ആഡ് വർക്ക് ചെയ്യും, ഇച്ചിരി ഫ്രീലാൻസ് വർക്ക് ചെയ്യും, ബാക്കിയുള്ളവർക്ക് പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് എല്ലാം കൂട്ടി 2-3 വേറൊരാൾക്ക് ഒരു ഷോ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് അങ്ങനെ കാശ് കൂട്ടുമ്പോഴത്തേക്ക് ദെൻ യു ക്യാൻ സർവൈവ്. പക്ഷെ സ്വന്തം പാട്ട് മാത്രം ഇറക്കി അതിൽ നിന്ന് കാശുണ്ടാക്കി അതിൽ നിന്ന് മാത്രം ജീവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രിവിലേജ് ഓൺലി ലെസ് amount of musicians have. And like fortunately പതിയെ നമുക്ക് ഇപ്പൊ എനിക്കും ഞാൻ സിൻസ് ദ ലാസ്റ്റ് 7-8 months 8 മാസമായിട്ട് വേറെ വർക്കൊന്നുമില്ല, ഫ്രീലാൻസ് വർക്ക് എടുക്കുന്നത്, എൻ്റെ പാട്ട് മാത്രം ചെയ്യുന്ന കൂട്ടത്തിലാണ്. അത് ഭയങ്കര റെയർ ഒക്കറൻസ് ആണ്, അറ്റ്ലീസ്റ്റ് ഇൻ അവർ കൺട്രി. അങ്ങനെ സ്ട്രക്ചേഴ്സ് ഒന്നും ഇല്ല മ്യൂസിക് ഇൻഡസ്ട്രിയിൽ. ഷുവർ ഓൺ ദ അഡ്മിൻ ലെവൽ ദർ മൈറ്റ് ബി, പക്ഷെ ഓൺ ദ ആർട്ടിസ്റ്റ് ലെവൽ ദർ ഇസ് നോ അങ്ങനെ സ്ട്രക്ചേഴ്സ്. ഇൻ XYZ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് മ്യൂസീഷ്യൻ ആവാന്ന് ഒരിടത്ത് എഴുതിയിട്ടില്ല. ഈവൻ മ്യൂസിക് കോളേജിൽ പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിലിരിക്കുക. We can go to the best music colleges in the world and then come back home and do nothing. അങ്ങനെ ഒരു അവിടെ പ്ലേസ്മെന്റ് ഒന്നും ഇല്ല, ഒന്നും ചെയ്തു തരില്ല. അപ്പോൾ
അങ്ങനത്തെ ഒരു ഇതിൽ ഐ ഫീൽ ലൈക്ക് എനിക്ക് ഈ ഒരു ലാസ്റ്റ് 7 months ആ ഒരു ബോധം ആക്ച്വലി സാഹചര്യം ഒത്തു വന്നപ്പോഴത്തേക്ക് ദെൻ ഐ ടുക്ക് ദ ഡിസിഷൻ ദെൻ വിൽ ഫോക്കസ് ഓൺ ജസ്റ്റ് മൈ മ്യൂസിക്. ഈ ഒരു കാലം വരെ ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് കൊണ്ട് മ്യൂസിക് വീഡിയോസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് കവർ സോങ്സ് ആയിരുന്നല്ലോ ഏറ്റവും കൂടുതൽ. ഈ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ സിനിമ വിട്ടാൽ പിന്നെ പാട്ട് എന്നുള്ളത് കവറായിരുന്നു, സിനിമയുടെ കവർ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ആക്സവും ഇനീഷ്യലിയൊക്കെ കവറിൽ നിന്ന് തുടങ്ങി തന്നെയാണ്. ഈ കവർ സോങ്സ് എന്താണ് ഈ ഇതിലേക്കുള്ള ഒരു പാത്വേ എന്നുള്ള രീതിയിലാണോ നിങ്ങൾ കണ്ടെത്തിയത്, അതോ? എനിക്കായിരുന്നു, ചിലവർക്കല്ല, ചിലർക്ക് ഇപ്പോഴും കവർ ചെയ്യുന്നതാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ കവർ ഇപ്പൊ എയർലേ ഇല്ലല്ലോ. ഇപ്പൊ കവർ സോങ്സ് ചെയ്യൽ എന്ന് പറയുന്ന പരിപാടി ഇപ്പൊ ഉണ്ട്. ആ ഒരു സൈഡ് ഓഫ് ഇൻസ്റ്റാഗ്രാം ഇപ്പോഴും നല്ല ജോഷോടെ തന്നെ പോകുന്നത്. പക്ഷെ എനിക്ക് ഞാൻ 2022 കവർ ചെയ്ത്, ഞാനൊരു 2020 എങ്ങനെയാണ് കവർ ചെയ്ത് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മൈക്ക് അച്ഛൻ വാങ്ങിച്ചു തരികയും അതിൽ ഞാൻ അങ്ങനെ പാട്ട് പാടുന്ന കൂട്ടത്തിലല്ല. പറയുമ്പോ ഒരു വിയർഡ്നെസ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ അങ്ങനെ ചുമ്മാ പാട്ട് പാടുന്ന കൂട്ടത്തില്ല. എന്റെ മൂളിപ്പാട്ട് പാടുന്ന ആൾക്കാരൊക്കെയാണ് എന്റെ കൂടെ നടക്കുന്നത്. പക്ഷെ കർണാട്ടിക് മ്യൂസിക് ആണ്. പക്ഷെ അവിടെ ചെന്ന് നടന്ന് ഉറക്കമായിരുന്നല്ലോ. അതുകൊണ്ടാണ് പാട്ട് പഠിക്കാതെ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പാടുന്ന ചായവില്ല. പക്ഷെ മ്യൂസിക് ഇഷ്ടമായിരുന്നു. ഞാൻ എപ്പോഴും ഇപ്പൊ പോലും മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ച് അതിൻ്റെ കൂടെ പാടുള്ളൂ. ഞാൻ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ. ഞാൻ അങ്ങനെ പ്രൊജക്ട് ചെയ്ത് പാടുന്ന കൂട്ടത്തിൽ. അപ്പൊ വളർന്നു വന്നത് അങ്ങനെ മൂളിപ്പാട്ട് പാടുന്ന കക്കൂസിൽ ലൈക്ക് ബാത്റൂം സിംഗ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ മൈക്ക് വാങ്ങുന്നത്. ഞാൻ മൈക്ക് വാങ്ങുന്നത് ഞാൻ എന്തായാലും മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ റെക്കോർഡൊക്കെ ചെയ്യാന്നുള്ള രീതിയിലാണ് മൈക്ക് വാങ്ങുന്നത്. ഞാൻ പാട്ട് പാടാനല്ല ആക്ച്വലി മൈക്ക് വാങ്ങിച്ചത്. പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ഇൻട്രീഗ് കണ്ട് പിന്നെ ഞാൻ പാടാൻ ശ്രമിച്ച്. പിന്നെ ആ ഒരു ഇതിൽ എനിക്ക് ചമ്മൽ കുറവായിരുന്നു. അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ പാടാൻ എനിക്ക് വളരെ ചമ്മല. ആക്ച്വലി ഇപ്പോഴും ഉണ്ട് ലേശം. ഇപ്പോഴും ആരെങ്കിലും ഒന്ന് പാടാൻ പറയുമ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് പതുങ്ങും. പക്ഷെ എങ്കിലും അങ്ങനെ പാടാൻ തുടങ്ങിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അതൊരു പ്രാക്ടീസായി. പ്രൊഡ്യൂസ് ചെയ്യുന്നതും പാടുന്നതും മിക്സ് ചെയ്യുന്നതും മാസ്റ്റർ ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും ഞാൻ തന്നെയാണല്ലോ. മൈക്ക് സെറ്റപ്പ് ചെയ്ത് ഇതുപോലെയൊക്കെ മൈക്ക് സെറ്റപ്പ് ചെയ്ത് ഞാൻ അവിടെ ട്രൈപോഡിൽ കൊണ്ടുവെക്കും. ഞാൻ പിയാനോ വായിച്ച് പാടും. ഇതൊക്കെ കോളേജിനൊക്കെ മുമ്പാണോ? ഇത് കോളേജിന് മുമ്പ്. കോവിഡിന്റെ സമയത്ത് വേറെ ഒന്നും ഇല്ലല്ലോ ചെയ്യുന്നത് തന്നെ. അപ്പൊ ഒരു പ്ലസ് ടു കഴിഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ഒരു കൊല്ലം ഗ്യാപ്പ് എടുത്തായിരുന്നു ഇതിനു വേണ്ടി, ജെഇക്ക് വേണ്ടി, എൻട്രൻസിന് വേണ്ടി. അപ്പൊ അതിന്റെ സമയത്തും ഈ പരിപാടി ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞാണ് ആ ഒരു കാലയളവിലാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറയുന്നത് നമുക്ക് കവറൊക്കെ നിർത്തിയിട്ട് സ്വന്തം പാട്ട് എഴുതാന്നൊക്കെ പറഞ്ഞ് ആ ഒരു ആഴ്ചയിൽ നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി 3 പാട്ട് എഴുതി. ആ പാട്ട് എല്ലാം ഇംഗ്ലീഷിലായിരുന്നു. ഞാൻ ഒരു 2-2.5 കൊല്ലം വരെ ഇംഗ്ലീഷ് പാട്ട് മാത്രം എഴുതുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അതൊരു അതൊരു ട്രാൻസിഷൻ ആയിരുന്നു. ഒന്നും ചെയ്യാത്ത പിയാനോ മാത്രം, ഒന്നും ചെയ്യാത്തതിൽ പിയാനോ വായിക്കുമായിരുന്നു. പിന്നെ പിയാനോ വായിക്കണ എൻ്റെ വീഡിയോസ് ഇടുമായിരുന്നു. പിന്നെ പതിയെ വേറെ ആൾക്കാരുടെ പാട്ട് പാടി കവർ ചെയ്തിടുമായിരുന്നു. പിന്നെ പതിയെ അതൊരു സ്വന്തം പാട്ടിൻ്റെ എഴുത്തും അതിൻ്റെ കാരണം ഈ കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യും. മ്യൂസിക് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും കളർ ചെയ്യുന്നതും മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാം ഇപ്പം എൻ്റെ പാട്ടിൻ്റെ ഇപ്പോഴും ഭാഗങ്ങളാണ്. അപ്പം അത് ഹെൽപ്പ് ചെയ്തു. പക്ഷെ കുറേ ആൾക്കാർക്ക് അത് കവർ ചെയ്യാനാണ് ഇഷ്ടം. അതൊരു ഫുൾഫിൽമെൻ്റ് ആണ്. പക്ഷെ എനിക്ക് സ്വന്തം പാട്ട് എഴുതിയപ്പോഴാണ് കുറച്ചുകൂടെ പറഞ്ഞാൽ ഒരു കവർ ചെയ്യുമെങ്കിൽ ആ പാട്ട് ആ ദിവസം ഒരു 50 പ്രാവശ്യം കേൾക്കുമായിരിക്കും, കേട്ടിട്ട് ആസ്വദിച്ചിരിക്കും. പക്ഷെ സ്വന്തം പാട്ടാണ് ഞാൻ ഒരു 1000 പ്രാവശ്യം കേൾക്കുമായിരിക്കും, അതിലും കൂടുതൽ കേൾക്കുമായിരിക്കും. ആക്ച്വലി ഞാൻ ഭയങ്കര ഇപ്പം ഇന്ന് രാവിലെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യും, രാത്രി വരെ കേട്ടോണ്ടിരിക്കും, എന്നിട്ട് അറിയും എന്താണ് തെറ്റ് ശരി. പക്ഷെ അതൊരു ഒബ്സഷനാണ്. അത് ഫുൾഫിൽമെന്റ് സ്വന്തം പാട്ട് എഴുതുമ്പോഴുള്ളൂ. ഈ മ്യൂസിക് പ്രൊഡക്ഷൻ ഇതൊക്കെ ഒരു ടെക്നിക്കൽ ഏരിയ ആണല്ലോ. മ്യൂസിക് പ്രൊഡക്ഷൻ സോങ് റൈറ്റിംഗ് മാത്രമാണല്ലോ അത് ആക്ച്വലി വളരെ ടെക്നിക്കലാണ്. പക്ഷെ അങ്ങനെ ആവന്യൂസ് ഒന്നും നമ്മൾ പാട്ട് പഠിക്കാൻ പറ്റും, സോങ് റൈറ്റിംഗ് പഠിപ്പിക്കുന്നവരടുത്തില്ല. ഇല്ല. അല്ല, അതിലൊരു ഡിഫോൾട്ട് ആയിട്ട് നമുക്കൊരു സ്കില്ലും കൂടെ വേണ്ട ഒരു കാര്യം കൂടെ അല്ലേ. ഇപ്പോൾ ആക്സോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മലയാളം KV-യിലാണ് പഠിച്ചത്. മലയാളം ഭാഷയായിട്ട് ഭയങ്കര ഒരു പരിജ്ഞാനം ഇപ്പോഴും പരിജ്ഞാനം കുറവാണ്. പറയാൻ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ പാട്ട് എഴുതുമ്പോഴത്തേക്ക് അതെങ്ങനെ മാനേജ് ചെയ്യുന്നപ്പോ സോങ് റൈറ്റിംഗ് മാനേജ് ചെയ്യുന്നത് കൂടുതൽ മലയാളം പറയുന്നത് അല്ലാണ്ട് എന്ത് പറയാ, കൂട്ടുകാരുടെ ഇടയിൽ കൂടുതൽ മലയാളം പറയാ. പിന്നെ പാട്ട് എഴുതുമ്പോൾ സമയം എടുത്ത് എഴുതുക. എനിക്ക് അല്ലെങ്കിൽ ഒരു തൃപ്തി വരുമല്ലോ. ഞാൻ ആദ്യം എഴുതുന്ന സാധനം എനിക്ക് ഇഷ്ടപ്പെടില്ല. 1 മാസമൊക്കെ ഇരുന്ന് 2 മാസമൊക്കെ ഇരുന്ന് എഴുതുമ്പോഴാണ് ഒരു സാധനം വരണം. അതിലും പോരായ്മകളും കുറവൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും എഴുതിയ പഠിക്കുള്ളൂ. ഞാനും ഇങ്ങനെയാണ് പാടി പഠിച്ചത്. ഞാൻ ഷുവർ എന്നെ കർണാടകയിൽ ഒരു 3 കൊല്ലം വിട്ട് അതിൽ കിടന്ന് ഉറങ്ങി, അതിനൊന്നും വന്നില്ല. അത് എൻ്റെ തെറ്റ് തന്നെ. പക്ഷെ പാടിയും ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. ഞാൻ എൻ്റെ ആദ്യത്തെ കവർ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിലുണ്ട്. എന്തുകൊണ്ടെങ്കിൽ വൃത്തികേടാണ്, അത് മാറ്റിയിട്ടില്ല. അതേപോലെ തന്നെ എൻ്റെ ആദ്യത്തെ പാട്ട് വൃത്തികേടാണ്. പക്ഷെ only if you give yourself
the opportunity to be bad or like horrible at something is only when you start getting good at it also. അപ്പോൾ ആ ഒരു ഇതുണ്ട്. അപ്പോൾ ഇപ്പോഴും മലയാളത്തിൽ ഇപ്പോഴും എഴുതി വായിച്ച് കാരണം ഞാനൊന്നും ബഷീറും വായിച്ചൊന്നും അല്ല ഞാൻ വളർന്നു വന്നത്. ഞാൻ സാൻസ്ക്രിറ്റും ഹിന്ദിയും പഠിച്ച ഞാൻ വളർന്നു വന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു കേന്ദ്ര വിദ്യാലയം. മലയാളം കൂടുതൽ പറയാനും പ്രേരിപ്പിക്കത്തില്ല, ഇച്ചിരി ദുരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. അവിടെ ഇംഗ്ലീഷ് ആണല്ലോ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്. കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിൽ ചെയ്താൽ അതാണ് എഡ്യൂക്കേഷൻ. അതാണ് ഫൈനൊന്നും ഇല്ലായിരുന്നു, ഭാഗ്യവശാൽ ഫൈനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവർക്ക് അത്ര പഠിക്കൂലായിരുന്നു മലയാളത്തിൽ സംസാരിച്ചാൽ. നമ്മൾ ലഞ്ച് ബ്രേക്കിലൊക്കെയാണ് മലയാളം സംസാരിക്കണം, മനസ്സിലായി? അല്ലെങ്കിൽ ടീച്ചർ ഉണ്ടെങ്കിൽ മലയാളം സംസാരിക്കും, അങ്ങനെയായിരുന്നു. എങ്ങനെയാ ഇപ്പൊ സോങ് റൈറ്റിംഗിൽ ഒരു ഫിൽട്രേഷൻ പ്രോസസ് എങ്ങനെ? ഫ്രണ്ട്സിന്റെ അടുത്ത് ഫിൽട്ടറേഷൻ ഞാൻ തന്നെ വളരെ ഇതാണ് അപ്രോച്ച് ചെയ്യാൻ. ഓജസിന് പറയാം, ഇവിടെ ഇരിപ്പുണ്ട് എന്റെ മാനേജർ. ഞാൻ ഭയങ്കര ഏനലാണ്. ഒരു സാധനം അതേപോലെ വന്നില്ലെങ്കിൽ പിന്നെ അത് വരുന്നവരെ നോക്കി നിൽക്കും, അല്ലെങ്കിൽ വരുത്തും എങ്ങനെയെങ്കിലും. ഇപ്പൊ എഴുത്തിലായാലും എന്റെയും എഴുത്തിൽ എനിക്ക് പോരായ്മകളുണ്ടെങ്കിലും ഞാൻ ഇത്രയെങ്കിലും ചെയ്താലേ ഇവിടെ എത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോ സോങ് റൈറ്റിംഗിലായാലും പ്രൊഡക്ഷൻ ആയാലും മ്യൂസിക് വീഡിയോ ആയാലും എഡിറ്റ് ആയാലും എല്ലാത്തിനും എല്ലാ ഒരു കറക്റ്റ് സാധനം വന്നില്ലെങ്കിൽ ഇറക്കില്ല. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അംശവും കഴിഞ്ഞ നവംബർ ഇറങ്ങാനുള്ള ഏപ്രിലായി പ്രാവശ്യം ഇറങ്ങി. അപ്പൊ ആ ഒരു സമയ കാലയളവിൽ നമ്മൾ എല്ലാം പെരുകിയാണ് ഇവിടെ എത്തിച്ചത്. അംശം ഈ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് ആവുന്നതും ആളുകൾ കേൾക്കുന്നതിനൊക്കെ മുമ്പ് ഞാൻ ആക്ച്വലി അംശം ആദ്യം ഒരു ആർട്ടിക്കിളാണ് കാണുന്നത്. ഫ്രം ദ മിത്ത് ഓഫ് പത്മരാജൻസ് മന്മഥൻ ആൻഡ് ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞിട്ട് ആ ടൈറ്റിലാണ് ശരിക്കും വരുന്നത്. എന്ന് പറഞ്ഞിട്ട് ആക്സോമേനിയ ക്രിയേറ്റ്സ് ഇത് അംശം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടൈറ്റിലാണ് ആദ്യം നമ്മളെ ഹുക്ക് ചെയ്യുന്നത്. ഇതൊക്കെ കേൾക്കുന്നതിന് മുമ്പ് കേട്ടോ, റീലൊക്കെ ട്രെൻഡിങ്. ഇത് ഈ കോൺസെപ്റ്റ് ഇത് ഡിറൈവ് ആയി വരുന്നതാണോ അതോ സോങ് റൈറ്റിംഗിന് ശേഷം ഈ കോൺസെപ്റ്റിലേക്ക് എത്തുന്നതാണോ? ഒരു ലീനിയർ പരിപാടി തുടക്കം ഒട്ടുമേ അല്ല. ഈ എസ്പെഷ്യലി അംശത്തിന് ഇനി അടുത്ത വരുന്ന പാട്ടുകൾ ഇച്ചിരി ലീനിയർ ആണ്, കാരണം ഇപ്പോൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത്. പക്ഷെ അംശം ഫസ്റ്റ് പാട്ടല്ലേ, പൈലറ്റ് അല്ലേ, അപ്പോഴത്തേക്ക് ആ ഒരു കേസിൽ ലീനിയർ ആയിരുന്നില്ല. പകുതി പാട്ട് എഴുതിയതിന് ശേഷമാണ് കുറച്ചുകൂടെ ആശയങ്ങൾ വരുന്നത്. നമുക്ക് ഇതൊരു വലിയൊരു കഥയാക്കിയാലോ, ഒരു ചെറിയൊരു കഥയായിട്ട് ഒതുക്കേണ്ടത് ഒരു വലിയൊരു കഥയാക്കിയാലോ, മന്മഥന്റെ കഥ ഇച്ചിരി വലിപ്പമാക്കിയാലോ. ആ സമയത്താണ് എൻ്റെ കൂട്ടുകാരന് രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗന്ധർവൻ കാണണം. കാരണം എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനത്തെ ഒരു, ഞാനും ഇങ്ങനെ കളിയടിച്ച് ഭയങ്കര ഒട്ടുമേ സീരിയസ് അല്ലാതെ ഇങ്ങനെ കളിയടിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അവൻ പറഞ്ഞു നിനക്ക് ആ പടം ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ് 2-3 കൊല്ലമായിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു സമയമായപ്പോഴത്തേക്ക് മന്മഥന്റെ കഥ, ഗന്ധർവൻ, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് ഒന്ന് കണ്ടു കളയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കണ്ടത്. അത് കണ്ടപ്പോഴത്തേക്കാണ് കുറേ കാര്യങ്ങൾ എനിക്ക് ഞാൻ ഗന്ധർവനെ കുറിച്ച് ഇഷ്ടപ്പെട്ടു. കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് എന്താ പറയാ, ഞാൻ എഴുതിയിരുന്നെങ്കിൽ ഞാൻ മാറ്റി എഴുതും. കാരണം ഞാൻ പറഞ്ഞു ഭയങ്കര പർട്ടിക്കുലർ ആണ് ഒരു കാര്യത്തിനെ കുറിച്ച്. ആ ഒരു സാധനം എനിക്ക് അതേപോലെ വേണം, അല്ലെങ്കിൽ എനിക്കത് പിടിക്കില്ല. അപ്പോൾ ഞാൻ എഴുതിയിരുന്നെങ്കിൽ ഞാൻ ഇച്ചിരിയോടൊക്കെ മാറ്റി എഴുതുന്നത്. കാരണം അതും ഒരു 1991 ഫിലിമാണ്. അപ്പോൾ ഇറ്റ്സ് ഓൾസോ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ടൈം, റൈറ്റ്? അതിൻ്റെതായ പോരായ്മകൾ അവർക്കും ഉണ്ട്. ആ ഒരു സമയത്തിന്റെ പ്രശ്നങ്ങൾ ആ പടത്തിലും ഉണ്ട്. നമ്മളിന്ന് കാലം വേറെയാണ്, ഇന്നത്തെ വാല്യൂസ് വേറെയാണ്, ഇന്നത്തെ പൊളിറ്റിക്സ് വേറെയാണ്. അപ്പോൾ ആ കഥയൊന്ന് നമുക്ക് അഡാപ്റ്റ് ചെയ്ത് ഇച്ചിരിയൊക്കെ മാറ്റി എഴുതി എങ്ങനെ ഇരിക്കും എന്നായിരുന്നു അംശം. ഇനി അടുത്ത വരുന്ന മ്യൂസിക് വീഡിയോകളുടെ എല്ലാത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ. അതിനുശേഷം പിന്നെ തിരിച്ച് സോങ് റൈറ്റിംഗിൽ പാട്ട് പകുതി എഴുതിയായിരുന്നു, പിന്നെ തിരിച്ച് സോങ് റൈറ്റിംഗിലേക്ക് പോയി ഈ കഥ അറിഞ്ഞതിന് ശേഷം. അപ്പം ഞാൻ തന്നെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. ഇനി മന്മഥൻ്റെ കഥ എന്തായിരിക്കും എന്നുള്ള തുടക്കം മുതൽ അന്ത്യം വരെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ തിരിച്ച് സോങ് റൈറ്റിംഗിലേക്ക് വന്നു. പിന്നെ തിരിച്ച് മ്യൂസിക് വീഡിയോൻ്റെ സ്ക്രിപ്റ്റിംഗിലേക്ക് പോയി. അതിൽ നിന്ന് 2-3 ക്യൂസ് വന്ന് തിരിച്ചെടുത്ത്, കാരണം നമ്മൾ തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്, ഞാനും കൂട്ടുകാരും തന്നെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ആ ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സ് ഉണ്ട്. വി ക്യാൻ ടോക്ക് ടു യുവർ ഡയറക്ടർ ആൻഡ് ഓൾസോ ഗോ ബാക്ക് ടു ദ സോങ്. അതൊരു സിനിമ പ്രോസസ്സാണ് ആക്ച്വലി. പ്ലേ ബാക്കിൻ്റെ ആ ഒരു പ്രോസസ്സ് നമുക്ക് ഇന്ത്യയിലും കൊണ്ടുവരാൻ പറ്റും. ഈ മന്മഥന്റെ കഥ ഇനി ബാക്കി അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ പോലെ തന്നെ ഏതാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ സുഖമില്ലല്ലോ, എല്ലാം പറഞ്ഞിട്ടില്ല. ഓക്കെ. ഈ ഞാൻ ഗന്ധർവൻ അല്ലാതെ സിനിമ അല്ലെങ്കിൽ ഇമേജറി പാട്ടുണ്ടാക്കാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ശരിക്കും കുറെ ഉണ്ട് ആക്ച്വലി. എന്റെ കൂട്ടുകാരൻ പെർട്ടിക്കുലർ സിനിമയാട്ടോ ഞാൻ ചോദിക്കുന്നത്. പെർട്ടിക്കുലർ ആയിട്ട് സിനിമകള് ഇല്ല, പക്ഷെ പെർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് പ്ലേഫുൾ ക്യാരക്ടേഴ്സ്, കുറെ ജസ്റ്റർ, ക്ലൗൺസ്, ഇപ്പോൾ ഭയങ്കര വിംസിക്കൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലായിടത്തും ഉണ്ട്. ഇപ്പം ജിന്നുണ്ട്, അല്ലാദിനുണ്ട്. ഇവരെല്ലാവരും ഭയങ്കര ക്ലൗൺ കണക്കിന് എല്ലാവരും ഇങ്ങനെ
ഒരു ലൈറ്റ് ഹാർട്ടഡ് ക്യാരക്ടേഴ്സ് ആണ്. ദേ മൈറ്റ് ഹാവ് ലൈക്ക് കുറെ കൂടെ ഇന്റൻസ് ബാക്ക് സ്റ്റോറീസ്, ബട്ട് ദേ ആർ ഓൾ ലൈറ്റ് ഹാർട്ടഡ്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എപ്പോഴും എന്നെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഈവൻ ലുട്ടാപ്പിന്റെ കഥ ഇച്ചിരി ഹീസ് ഓൾസോ ഓൾവേസ് ലുക്ക്ഡ് അറ്റ് ആസ് ഒരു നെഗറ്റീവ് ക്യാരക്ടർ. പക്ഷെ മച്ചു എപ്പോഴും കളിയടിച്ച് കിടക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണത്. അപ്പോൾ അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് എല്ലാം ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ഗന്ധർവ് എന്നുള്ള ഈ ഒരു ക്യാരക്ടർ, മന്മഥൻ എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടർ. പക്ഷെ അങ്ങനെ അല്ലാണ്ട് സ്പെസിഫിക് സിനിമയൊന്നുമില്ല. പടം എടുക്കുന്ന സമയം, അതായത് മ്യൂസിക് വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് റെഫറൻസുകൾ എന്തായാലും പോകുന്നുണ്ട്. കാരണം ഈ ഒരു സിനിമയുടെ ഈ ഒരു ഷോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ ഒരു സിനിമയുടെ ഈ ഒരു ഷോട്ട്, അതെപ്പോഴും കാണും. ഒരു സിനിമാറ്റോഗ്രാഫി പ്രോസസ്സിൽ എപ്പോഴും ഒരു സിനിമാറ്റോഗ്രാഫറിന് ഇങ്ങനത്തെ ഷോട്ട് എടുക്കണമെന്നുള്ള ആശയങ്ങളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ എന്തായാലും ഉണ്ട്. ബട്ട് ഈ ഒരു കഥ, ഞാൻ ഗന്ധർവന്റെ കഥ തന്നെയായിരുന്നു മെയിൻ. R&B ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ആണ് ബ്രാൻഡ് ചെയ്യപ്പെടുന്നത്. ഫസ്റ്റ് R&B ആർട്ടിസ്റ്റ് ഒന്നുമല്ല, പക്ഷെ ബ്രാൻഡ് ചെയ്യുന്നത് ആദ്യമായിട്ട് അങ്ങനെയാണ്. ഞാൻ R&B ഡോക്യുമെന്റ് ചെയ്യുന്നത് ഞാൻ R&B ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്ന ആദ്യത്തെ ആള് ഞാനാണ് പറയാം മലയാളത്തിൽ. പക്ഷെ R&B ആക്ച്വലി ഭയങ്കര ഒരു ജോണർ സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണല്ലോ R&B എന്നുള്ള രീതിയിൽ. നമ്മളിപ്പോൾ മലയാളത്തിൽ ഇൻഡി മ്യൂസിക് സീൻസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ റാപ്പേഴ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. അതൊക്കെ ഹിപ്പ് ഹോപ്പിൽ വരുന്ന ആൾക്കാർ എല്ലാവരും, ഇപ്പോൾ ഗബ്രി ആവട്ടെ, MHR, എല്ലാവരും ഇപ്പോൾ നിങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റും ഹിപ്പ് ഹോപ്പിലാണ്. ഹിപ്പ് ഹോപ്പ് R&B എന്താണ്? R&Bയിലേക്ക് സ്വിച്ച് ചെയ്യാം. ഹിപ്പ് ഹോപ്പ് ആണല്ലോ ഏറ്റവും ആദ്യം ഇൻഫ്ലുവൻസ് തന്നെയാണ് R&B. കാരണം അളിയനായിട്ട് വരും ഒരു ഡിസ്റ്റന്റ് കസിൻ പോലും അല്ല. അതിന്റെ ഇച്ചിരി ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ബട്ട് R&B ചിലർ പറയും R&B ഹിപ്പ് ഹോപ്പ് തന്നെയാന്ന് പറയുന്ന ആൾക്കാർ ഒരു പക്ഷമുണ്ട്. R&B ഹിപ്പ് ഹോപ്പിന്റെ കൂടെ നടക്കുന്ന കൈയോർത്ത് നടക്കുന്ന ഒരു ജോൺട്ര എന്ന് പറയുന്ന ഒരു പക്ഷമുണ്ട്. പക്ഷെ എല്ലാം ഈ ജോൺട്ര എന്ന് പറയുന്നതിന് ഒരു ഫ്ലൂയിഡ് സാധനമാണ്. ഇപ്പൊ ഈ 2026 സ്പോട്ടിഫൈ, സ്ട്രീമിംഗ് സർവീസസ് ഇവരെല്ലാം വന്നതിന് ശേഷം ഈ ജോൺട്ര എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഭയങ്കര ഒരു എല്ലാ എയറിലാണ്. കാരണം ഇപ്പൊ MHR പോലും പാടുന്ന പാട്ടുകളുണ്ട്, MHR റാപ്പ് ചെയ്യുന്ന പാട്ടുകളുണ്ട്, ദബ്സി പാടുന്ന പാട്ടുകളുണ്ട്. അപ്പൊ അത് റാപ്പല്ലേ? അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം, അതൊരു ജൂറിസ്ഡിക്ഷൻ ആയിട്ട് ഇങ്ങനെ സ്ട്രിക്ട്ലി ഒരു ബൈഫർക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം ഫ്ലോ ആയിട്ട് പോകുന്ന സാധനം. അപ്പോൾ R&B എടുത്ത കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് റാപ്പിന്റെ ഓണസ്റ്റി ഭയങ്കര ഇഷ്ടമാണ്. റാപ്പ് എല്ലാം പച്ചക്ക് പറയുന്ന കൂട്ടത്തിലാണ്. എൻ്റെ കഥ എത്രയും ക്ലിയർ ആയിട്ട്, എത്ര പച്ചക്ക്, എത്ര രസമായിട്ട് പറയാൻ പറ്റുന്നുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ് റാപ്പിലുള്ളത്. അത് തന്നെയാണ് എനിക്ക് R&Bയിൽ ഇഷ്ടം. ഞാനിപ്പോൾ R&Bയിൽ ഇപ്പോൾ ഈ പാടുന്ന പാട്ടുകളിൽ ബീറ്റ് എടുത്ത് മാറ്റിയാലും എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ പറയാൻ ഇഷ്ടം. മനസ്സിലെ ഭാരം ഇടയ്ക്ക് വെക്കുന്നതാകും, വിദ്യ തൽക്കാലം അങ്ങനെ ശരിയാകും എന്ന് പറയുന്നതിന് എനിക്കിഷ്ടം. അപ്പം ആ ഒരു ഓണസ്റ്റി ഐ ലൈക്ക് വിത്ത് റാപ്പ് മ്യൂസിക് ആൻഡ് ഹിപ്പ് ഹോപ്പ് മ്യൂസിക്. ആൻഡ് റാപ്പ് മ്യൂസിക് അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കിലുള്ള ഡ്രംസ് തന്നെയാണ് ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഡ്രംസിന് മുകളിൽ കൂടെ പാടിക്കഴിഞ്ഞാൽ R&B എന്ന് പറയത്തേ ഉള്ളൂ. അല്ല ഒരു ബ്രാൻഡിങ്ങിന്റെ ഒരു പേര്. കാരണം ഒരു പ്ലേലിസ്റ്റിൽ ഇടാനുള്ള ഒരു ഈസ്. അല്ലാണ്ട് നമ്മൾ പാട്ടുണ്ടാക്കി തുടങ്ങുമ്പോൾ R&B പാട്ടുണ്ടാക്കണം എന്ന് പറഞ്ഞ ആരും, മിക്ക ആൾക്കാരും, ഞാൻ ഒരുപക്ഷെ തുടങ്ങിയിട്ടില്ല. അത് പിന്നെ എല്ലാം കഴിഞ്ഞ് പാട്ടൊക്കെ ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ മാസ്റ്റർ ഇരിക്കുമ്പോഴാണ് ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഈ പദങ്ങളും ഈ ബ്രാൻഡിങ്ങും വരുന്നത്. അംശം ഈ ബ്രാൻഡിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അംശം ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്സ് തിരിച്ചു കിട്ടുന്നത്. അതായത് നമ്മുടെ പാട്ട് ഇത്രയും ആൾക്കാരിലേക്ക് എത്തി എന്നറിയുന്നത് ത്രൂ ഇൻസ്റ്റാ പ്രൊഫൈൽ തന്നെയാണ്. ഇപ്പോൾ ആപ്പിൾ മ്യൂസിക് ഉണ്ട്, സ്പോട്ടിഫൈയിലൊക്കെ സോങ് കൗണ്ട് അറിയെങ്കിൽ പോലും ഇൻസ്റ്റയിൽ എത്ര പേര് റീല് ചെയ്യുന്നു, എത്ര പേര്, അതാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് ഇപ്പോഴത്തെ. ഇതില് ആക്ച്വലി ഇപ്പോൾ ഈ നല്ല പാട്ടിന്റെ കൂടെ സ്മാർട്ട് ആയിട്ടുള്ള മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു റീൽ ക്യാമ്പയിൻ കൂടെ ഇതിന്റെ ഭാഗമാവുന്നുണ്ടല്ലോ. ഉറപ്പായിട്ടും ഒരു മോശം പാട്ട് ഇറക്കിയിട്ട് റീൽ ക്യാമ്പയിനിൽ മാത്രം ഹിറ്റ് ആവുന്നു എന്നൊരു സാധനമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു റൈറ്റ് ബാലൻസ് ഉണ്ടല്ലോ. ഒരു നല്ല പ്രോഡക്റ്റ് ഇറക്കുന്നു, ഇതിന്റെ ഒരു റൈറ്റ് ക്യാമ്പയിൻ ചെയ്യുന്നു എന്നുള്ളത്. അംശത്തിന്റെ വാട്ട് വാസ് ദ സ്ട്രാറ്റജി മാർക്കറ്റിംഗ്? സ്ട്രാറ്റജി ഒക്കെ ഉണ്ട്. സ്ട്രാറ്റജി ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ എല്ലാ പാട്ടുകളും നമ്മൾ അങ്ങനെ ഫുള്ളി സ്ട്രാറ്റജൈസ് ചെയ്യാൻ ചിലപ്പോ വർക്ക് ആവും, ചിലപ്പോ വർക്ക് ആവില്ല. ഫുള്ളി സ്ട്രാറ്റജൈസ് ചെയ്യാനും പറ്റത്തില്ല. അംശത്തിന്റെ കേസിലൊരു ഒരു അപൂർവ സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പാട്ടിറങ്ങുന്നതിന് 2 ദിവസം മുൻപ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെ കൈവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ട്രയൽ റീൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് ഇൻസ്റ്റാഗ്രാമില്. നോൺ ഫോളോവേഴ്സിന് മാത്രം വീഡിയോ പോകും. അപ്പോൾ എൻ്റെ പേജിലും കാണത്തില്ല, ആരും അറിയത്തില്ല. ഞാൻ കറക്റ്റ് സമയത്ത് വീഡിയോ ഇട്ടു. അത് പക്ഷേ വേണമെങ്കിൽ അത് എത്ര പേരിലേക്ക് എത്തും, അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് വീക്ഷിക്കാൻ വേണ്ടി ട്രയൽ റീൽ ഇടാൻ പറ്റും. അപ്പോൾ ആ ട്രയൽ റീൽ ഇട്ടതിന് ശേഷം
ഒറ്റ ദിവസം 80 റീൽ ആരോ അതിന്റെ ട്രയൽ റീലിന്റെ ഓഡിയോ എടുത്ത് വേറെ 80 റീലുകൾ ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് ഇങ്ങനെ ദേവിക പോലെ, ഇപ്പൊ ദേവികയാണ് ഡെഫ് ജാമിൽ യൂണിവേഴ്സിൽ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ ദേവിക പോലെ ഈ പാട്ട് എങ്ങനെ പുറത്തിറങ്ങി, ഇതിപ്പോ ഓൾറെഡി ഓഡിയോ ഔട്ട് ആണല്ലോ, നമ്മൾ പാട്ട് ഇറക്കിയിട്ടില്ല. കുറെ ആൾക്കാർ എന്നെ മെസ്സേജ് ചെയ്ത് തുടങ്ങി, മ്യൂസിക് വീഡിയോ ഇറക്കിയിട്ടില്ല, പാട്ട് ഇറക്കിയിട്ടില്ല. ആ റീല് മാത്രം ട്രയലിൽ പോയി അതെടുത്ത് ആൾക്കാർ സ്റ്റോറിയിലിട്ട് സ്റ്റോറിയിൽ നിന്ന് പാട്ട് സ്റ്റോറിയൊക്കെ ഇടുന്നു. അപ്പൊ ആൾക്കാർ ചോദിച്ചു ട്രാക്ക് കാണാനില്ല. ദേവികേസിലെ നമ്മൾ ട്രാക്ക് ഇറക്കിയില്ലല്ലോ, ഈ പാട്ട് എങ്ങനെ എത്തി? ഞാൻ അറിയാണ്ടല്ല അറിഞ്ഞുകൊണ്ട് ഞാൻ ട്രയൽ റീൽ ഇട്ട് നോക്കിയതാ. അപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെയാവുന്ന ഞാൻ വിചാരിച്ചില്ല. അതൊരു നല്ലൊരു ഹെഡ് ഏക്ക് ആയിരുന്നു. നമ്മൾ പാട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പാട്ട് ഹിറ്റ് ആവും എന്നുള്ളൊരു എന്താ പറയണ അതിന്റെ ഒരു സൂചിപ്പ് നമുക്ക് കിട്ടിയായിരുന്നു അപ്പൊ തന്നെ. പിന്നെ അതങ്ങ് ആൾക്കാരെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെടുത്ത് നമ്മൾ കൂടുതൽ അങ്ങനെ ചെയ്യേണ്ടി താങ്ക്ഫുള്ളി വന്നിട്ടില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നമ്മളിവിടെ ഇപ്പോൾ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു, ഒരു എഡിറ്റോറിയൽ ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നമ്മൾ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ട്രയൽ റീൽസ് നിന്നും ആ മ്യൂസിക് വീഡിയോ നിന്നും കിട്ടിയ റെസ്പോൺസ് തന്നെയാണ് നമ്മൾ ഇവിടെ കൊണ്ട് എത്തിച്ചത്, ആൾക്കാർ തന്നെയാണ്. സോ മാർക്കറ്റിംഗിൽ ഒരു 50%-60% ഒരു പാട്ട് ആൾക്കാർ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എത്ര മാർക്കറ്റ് ചെയ്ത്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ എത്ര മാർക്കറ്റ് ചെയ്താലും നിങ്ങൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ കേൾക്കില്ലല്ലോ. പാപം സോങ് എനിക്കത് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്, അതിന്റെ കോൺസെപ്റ്റ് പാടിക്കഴിഞ്ഞിട്ട് നിങ്ങളെ വായിന്ന് പറഞ്ഞാലും കൊള്ളാമെന്നുണ്ട്. രണ്ടും ചെയ്ത ആദ്യം എന്ത് വേണം? അതിന് പാട്ട് മതി. അത് വിഞ്ഞുവീശും കാറ്റിൽ ഈ എഴുതും പാട്ട് ഈ പറയും വാക്കിൽ പാടങ്ങൾ താണ്ടി ഇരുട്ടും കാട്ടിൽ ഞാൻ തേടും വാതിൽ അലയും കാട്ടിൽ കാലങ്ങളായി ഈ വഴികളിലൻ പാപമായി ശാപമായി നീ തരും തണുപ്പൻ ഭാഗമായി ഭാരമായി വരികളിലൻ പാപമായി ശാപമായി അണയുമെന്നൻ പ്രാണമായി ശ്വാസമായി വീണാലും തീർന്നാലും ഈ ഭാരം ഉണ്ടാവും എന്നാലും വരികളിൽ പാപമായി ശാപമായി അണയുമെന്നൻ പ്രാണമായി ശ്വാസമായി. അടിപൊളി. അടുത്ത ടാസ്ക് കോൺസെപ്റ്റ് എങ്ങനെ ഡിറൈവ് ചെയ്ത് ശരിക്കുള്ള കഥയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡാർക്കാവും. പക്ഷെ സംഭവം പാട്ടൊരു പ്രഗ്നൻസി സ്കെയറിനെ കുറച്ചാ. അപ്പൊ അത് ആ സമയത്ത് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കൂടുതലും ഇപ്പോൾ നമുക്ക് പ്രഗ്നൻ്റ് ആവേണ്ട ആവശ്യമില്ല, നമ്മൾ പുരുഷന്മാരാണല്ലോ. നമുക്ക് കൂടുതൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന അതിൻ്റെ ഗിൽട്ടും അതിൻ്റെ ഷെയിമും പ്രോബ്ലി സ്പ്ലിറ്റ് ഔട്ട് ഇൻ ടു ദ ഫെമിനൈൻ സൈഡ് ഓഫ് ഇറ്റ് ഓൾസോ. പക്ഷേ കൂടുതലും അതിൻ്റെ ഗിൽട്ടും അതിൻ്റെ ഉത്തരവാദിത്വവും അതും അതിൻ്റെ ചുറ്റുവട്ടമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഒരു കോറിൽ നടക്കുന്ന നമ്മുടെ ലൈംഗിക ഒരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ. ലൈക്ക് ഒരു കൈൻഡ് ഓഫ് ഫ്രീഡം യു ഹാവ് അബൌട്ട് ലൈക്ക് എക്സ്പ്ലോറിങ് യുവർ സെക്ഷുവാലിറ്റി ഓർ നോട്ട് സെക്ഷുവാലിറ്റി, യുവർ സെക്ഷുവൽ ഫ്രീഡം ഓർ ഓട്ടോണമി നമ്മുടെ സ്റ്റേറ്റിലും നമ്മുടെ സൊസൈറ്റിയിലും നമ്മളങ്ങ് മുന്നോട്ടല്ല ആ കാര്യങ്ങളിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതലും ഈ സാഹചര്യങ്ങളിലൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഓൾറെഡി ലോജിസ്റ്റിക് ഇഷ്യൂസ് ഉണ്ട്, ഇല്ലയെന്നല്ല, പക്ഷെ അതിൻ്റെ ഉപരി സ്റ്റിഗ്മയുണ്ട്. ഇപ്പം രണ്ട് ലെവലിൽ നമ്മൾ ആ കാര്യങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ചൊരു പാട്ട് എഴുതാമെന്നൊക്കെ പറഞ്ഞിരുന്ന് ശരിക്കും പറഞ്ഞ് എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കാരണം അതിനെക്കുറിച്ചുള്ള എഴുതാനുള്ള റീസോഴ്സസ് എനിക്കില്ല. ആസ് എ മലയാളി ഞാനും പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വന്ന് എഴുതാൻ പറ്റിയത് ഇത്രേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണല്ലോ, വളർന്നു വന്നത് ക്രിസ്ത്യാനിയായിട്ടാണ്. ഇപ്പം നിരീശ്വരവാദിയാണ്, പക്ഷെ ക്രിസ്ത്യാനിയായിട്ടാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോൾ എനിക്ക് ആകെ പറയാൻ പറ്റിയത് എൻ്റെ വരികളിലും എൻ്റെ വഴികളിലും ഞാനൊരു പാപിയായി എന്ന് തോന്നുന്നു എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് അത്രയും പാട്ടിൽ കൂടെ അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിൽ എനിക്ക് തൃപ്തിപ്പെട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ ഒരു സാധനം ഒരു കോൺസെപ്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതേപോലെ തന്നെ പറയണം. അപ്പോൾ എൻ്റെ ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ, മലയാളം ഗാനരചയിതാവ് എന്നുള്ള നിലയിലുള്ള പോരായ്മകൾ നികത്താനാകെ ഒരു സാധനത്തിനെ പറ്റത്തുള്ളൂ, എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. ഒരു തിരക്കഥ എഴുതി കഴിഞ്ഞാൽ കറക്റ്റാവും. അങ്ങനെയാണ് പാപത്തിൻ്റെ മ്യൂസിക് വീഡിയോക്കുള്ള സ്ക്രീൻ പ്ലേ എഴുതാൻ തുടങ്ങും ഞാനും എൻ്റെ കൂട്ടുകാരായിട്ട്. അതങ്ങനെ എഴുതി
അത് എഴുതി പൂർത്തിയാക്കി. പക്ഷെ ആ സമയത്താണ് ഞാൻ മുംബൈയിലേക്ക് വരുന്നത്. അവിടെ എത്തിയപ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് നമ്മളെ രീതിയിൽ ആ മ്യൂസിക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് മാധവൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് വരെയുണ്ടായി, ഇൻസ്റ്റാഗ്രാം വഴി റീച്ച് ഔട്ട് ചെയ്ത്. ഈ ആ സമയത്ത് കൺമഷി ഇറങ്ങിയായിരുന്നു. കൺമഷി ഇറങ്ങിയപ്പോഴത്തേക്ക് മച്ചാൻ അത് ആ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് മച്ചാൻ പറഞ്ഞ് നമുക്ക് ഒരു വർക്ക് ഒരുമിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പാപത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. ആ സമയത്ത് മാധവനെ ഉൾപ്പെടെ 8 ഡയറക്ടേഴ്സിന്റെ തലയിൽ കൂടെ ആ പ്രോജക്റ്റ് പോയിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ, ഞാനും എൻ്റെ കൂട്ടുകാരും ഉൾപ്പെടെ. കാരണം നമുക്കും ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായി. അങ്ങനെ മാധവൻ അതെടുത്ത് മാധവന്റെ ഒരു രീതിക്ക് ആ മ്യൂസിക് വീഡിയോ ചെയ്യാൻ നല്ല റിസപ്ഷൻ ഉണ്ടാവുമായിരുന്നു. ആ പാട്ടിന്റെ മ്യൂസിക് വീഡിയോയ്ക്ക് നല്ല റിസപ്ഷൻ ഉണ്ട്. പക്ഷെ കോൺസെപ്റ്റ് എന്തായിരുന്നു, ആ ഒരു അവസ്ഥയിൽ പെടുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒരു പാട്ടിൽ കൂടെ പറഞ്ഞ് എങ്ങനെ എന്തെങ്കിലും രീതിയിൽ ആ പാട്ടിൽ കൂടെ പറഞ്ഞു തീർക്കാനുള്ള ഒരു 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 എഫേർട്ടായിരുന്നു പാപം. അത്രേ ഉള്ളൂ പാപത്തിൽ. അത്രേ ഉണ്ട് പാപത്തിൽ, പക്ഷേ അത്രേ ഉള്ളൂ പാപത്തിൽ. ക്വയർ റെപ്രസെന്റേഷൻ, ക്വയർ കമ്മ്യൂണിറ്റി റെപ്രസെന്റേഷൻ ഇൻ സോങ്സ്, ഇത് ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് തോന്നിക്കരുത്. നമുക്ക് ഇവോൾവ് ആവുന്ന, നമ്മളിൽ തന്നെ ഇവോൾവ് ആവുന്ന ഒരു 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 ഘട്ടമാണ് ഒരു പഠനം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇവോൾവ് ആവുന്ന സാധനമാണ്. എങ്ങനെയാണ് ഇത് ഒരു സോങ്ങിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നത്? ശരിക്കും എനിക്കത് ഒരു പക്ഷേ അത് ആലോചിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഞാനൊരു ക്വയർ കമ്മ്യൂണിറ്റിയിലൊരു ഭാഗമാണ്, ഞാനൊരു ക്വയർ പേഴ്സൺ ആണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ക്വയർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എങ്ങനെ കറങ്ങിത്തിരിഞ്ഞാലും അവരെ കുറച്ചും എന്നെ കുറച്ചും എൻ്റെയും അവരുടെ ബന്ധങ്ങളെ കുറിച്ചല്ലേ പാട്ടുകൾ ഞാൻ അങ്ങനത്തെ ഒരു മച്ചം ഭേദമുണ്ട്, ഞാൻ അങ്ങനത്തെ പാട്ടുകൾ എഴുതുള്ളൂ. അപ്പൊ കറങ്ങിത്തിരിഞ്ഞ് ഒരു രക്ഷയില്ല, ഇവരെ കുറച്ച് എഴുതാനേ പറ്റത്തുള്ളൂ, എന്നെ കുറച്ച് എഴുതാൻ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. അതൊരു ഭയങ്കര കോൺഷ്യസ് ഡിസിഷൻ അല്ല അല്ലേ? കോൺഷ്യസ് ഡിസിഷൻ അല്ലെന്ന് പറഞ്ഞാൽ എഴുതുമ്പോഴത്തേക്ക് ഓക്കെ, അതൊരു എത്ര രീതിക്ക് നമ്മൾ പിടിക്കണം, എത്ര രീതിക്ക് എഴുതണം എന്നുള്ളതും ഡെഫിനറ്റ്ലി ഒരു ചർച്ചാ വിഷയമാണ് എപ്പോഴും. നമ്മുടെ അത് പാട്ടിനെക്കാളും കൂടുതൽ മ്യൂസിക് വീഡിയോയിലാണ്. കാരണം മ്യൂസിക് വീഡിയോയിലാണ് എനിക്ക് കുറച്ചുകൂടെ, എനിക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും എങ്ങനെ വേണമെങ്കിലും എഴുതാം, ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വേണമെങ്കിലും പറഞ്ഞ് ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട് പറയാം. പക്ഷെ അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ഒരു മ്യൂസിക് വീഡിയോ ആക്കാം, എന്നെ ആരും ഒന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല. പക്ഷെ അത് നാളെ അതിന്റെ പ്രശ്നങ്ങൾ നേരിടേണ്ടത് ഞാൻ തന്നെ. അപ്പോഴത്തേക്ക് നമ്മളും നമ്മൾ ശരിയാണ്, നമ്മൾ കേരളം കുറെ കൂടെയൊക്കെ മുന്നോട്ടാണെന്ന് പറയാമെങ്കിലും ഇപ്പോഴും ക്വയർ കമ്മ്യൂണിറ്റീസിന്റെ വോയിസസും അവരുടെ കഥകളും അത്ര അത്ര ഒരു ഓപ്പൺലി അക്സെപ്റ്റഡ് അല്ല എന്നാണ് ഞാൻ ഇന്നും പറയുന്നത്. നമ്മൾ വി ആർ സ്റ്റിൽ ബിൽഡിങ് ഓൺ ദിസ്, വി ആർ സ്റ്റിൽ ഗെറ്റിംഗ് ബെറ്റർ, വി ആർ സ്റ്റിൽ ഫോർവേഡ്, ബട്ട് ദർ സ്റ്റിൽ എ ലോട്ട് ഓഫ് ലോങ് വേ ടു ഗോ. ഇപ്പോഴത്തേക്ക് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോഴും ചർച്ചാ വിഷയം, ഇത്ര പറയണം, എന്തൊക്കെ രീതിയിൽ പറയണം. കാരണം ഒരു രീതിക്ക് പറഞ്ഞാൽ അത് കുറെ ആൾക്കാർക്ക് അതങ്ങ് പിടിക്കത്തില്ല. അത് ശരിയാ, പിടിക്കത്തില്ലെങ്കിലും വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരെടുത്ത് അങ്ങനെ ഒരു കഥ, വേറൊരു കഥ പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് പോകാനും പറ്റത്തില്ല. അവർ പിന്നെ ചെവി അടച്ചു കളയും. അപ്പോൾ എൻ്റെ ഇടയിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ കഥകൾ, എൻ്റെ മ്യൂസിക്കിൽ ഏറ്റവും കൂടുതലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു കഥ, ഈ ഒരു ക്വയർ കമ്മ്യൂണിറ്റിൻ്റെ കഥ, ഈ ഒരു ക്വയർ കമ്മ്യൂണിറ്റീൻ്റെ പാട്ട് എത്രയും കൈൻഡായിട്ട്, എത്രയും എന്താ പറയുക, ഡെലിക്കേറ്റ് ഫ്രാജൈലായിട്ട് ഈ കഥ എങ്ങനെ ഒരാളുടെ ഇടയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയാണ്. കാരണം അതൊരു ഭയങ്കര നമ്മൾ കൈൻഡായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അവർ ചെവി കൊണ്ടേക്കും. അത് ഒരു പ്രാവശ്യം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ഇതിലും ഇച്ചിരി ഗൗരവമായിട്ടുള്ള ഒരു വിഷയം വരുമ്പോഴത്തേക്ക് പിന്നെ അതിനൊരു ചാൻസ് കൊടുത്തേക്കാം എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ് ഇതിൽ. അപ്പോൾ കൺമഷിയായാലും അംശമായാലും, അംശത്തിന്റെ വീഡിയോ എടുത്ത് നോക്കിയാലും കുറേ റെഫറൻസസ് ഉണ്ട്. ഇറ്റ്സ് അബൌട്ട് ബീങ് ക്വയർ. അതിന്റെ സ്റ്റൈലിംഗ് ആയാലും കഥയിൽ ഇപ്പൊ എഴുതുന്ന ഞാനും എൻ്റെ കൂട്ടുകാരും ഇവരെല്ലാവരും ക്വയർ. അപ്പൊ കറങ്ങി തരുന്ന നമ്മളിങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ചെയ്യുള്ളൂ, കാരണം അതേ പറ്റുള്ളൂ. അത് തന്നെ എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ എങ്കിലും ഒരു പുഷ് ആൻഡ് പുള്ളുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ആലോചിക്കും ഇതിൽ കൂടുതൽ എങ്ങനെ ചെയ്യാം. നമ്മൾ കൺമഷി ചെയ്തു, അംശം ചെയ്തു, ഇനി അംശത്തിന്റെ അടുത്ത വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഇനി എങ്ങനെ കൂടുതൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, ഓപ്പൺലി എക്സ്പ്രസ് ചെയ്യാം. നമുക്ക് ആ ഒരു പ്രിവിലേജ് വേണം. ഞാനൊരു പുരുഷനാണ്, ക്വയർ ആയാലും പുരുഷനാണ്. അപ്പം എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് ഈ കഥകൾ പറയാൻ. കുറച്ചുകൂടെ അക്സെപ്റ്റഡ് പാർട്ട് ഓഫ് ദ ക്വയർ കമ്മ്യൂണിറ്റിയാണ് ഞാൻ ഇൻ ദ ഔട്ട്സൈഡ് വേൾഡ് ഓഫ് ഇറ്റ്. അപ്പം എനിക്ക് കുറച്ചുകൂടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇച്ചിരി സേഫ് ആയിട്ട് കഥ പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട് മാത്രം. പാപം റിലീസായ സമയത്ത് ഓക്കെ, ഈ പാട്ട് ഭയങ്കര കേട്ടിട്ടുണ്ട്, ഈ
അതിൻ്റെ ഹുക്ക് പോർഷൻ റീൽസിലൊക്കെ ഭയങ്കര ഓടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുണ്ട്. അംശം റിലീസായപ്പോഴേക്കും ആക്സോമേനിയക് എന്ന പേര്, ആ ടൈറ്റിൽ ഭയങ്കര ഒരു ബ്രാൻഡ് നെയിം ആയിട്ട് പോലും സെർച്ചിലും ഇതിലൊക്കെ വരുന്നു. ആക്സോമേനിയക് ഉറപ്പായിട്ടും പറഞ്ഞു മടുത്ത കാര്യമായിരിക്കും, എന്നാലും പറയണം, എങ്ങനെയാണ് പേര് വന്നത്? ആരൻ കൊല്ലശാനി സെലസ്റ്റിൻ AKS ഇനീഷ്യൽസ്. ആരൻ കൊല്ലശാനി സെലസ്റ്റിന്റെ വീട്ടുപേരാണ് കൊല്ലശാനി, സെലസ്റ്റിന്റെ അപ്പന്റെ പേരാണ് ആരൻ കൊല്ലശാനി സെലസ്റ്റിൻ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ AKS എടുത്ത് ഇനീഷ്യലാക്കി ആക്സാക്കി. എനിക്ക് എത്ര വയസ്സുണ്ട് ആ സമയത്ത്? 15 വയസ്സോ 16 വയസ്സോ? 2016-17 സമയത്ത്, അല്ല 14 വയസ്സ് സമയത്താണ് എനിക്ക് ഇൻസ്റ്റാഗ്രാം കിട്ടണം. ശരിക്കും പറഞ്ഞാൽ കിട്ടേണ്ടതല്ല, പക്ഷെ കിട്ടണം. അപ്പോൾ ഒരു ഡോട്ടും ഡാഷും 1 2 3 ഒന്നും ഇല്ലാണ്ട് ആക്സോ മേനിയാക്ക് എല്ലാം കറങ്ങി തിരിഞ്ഞൊരു എന്താ പറയുക, അവിയൽ കണക്കിലൊരു സാധനം കിട്ടി. ഡോട്ടും ഡാഷൊന്നും ഇല്ല, ക്ലീൻ സാധനം എന്ന് പറഞ്ഞ് ഇട്ട് അത് പിന്നെ മാറ്റിയില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. പിന്നെ അല്ലാതൊരു ആർട്ടിസ്റ്റ് നെയിം ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നെയിം ആയിരുന്നു അത്. പിന്നെ അത് ഇൻസ്റ്റാഗ്രാം ഐ ഡി ആയിരുന്നു. അത് പതിയെ Spotify എടുത്തപ്പോഴും അത് ഇട്ടു, യൂട്യൂബ് എടുത്തപ്പോഴും അത് ഇട്ടു എന്നുള്ളത് മാത്രം. പിന്നെ അത് മാറ്റാൻ ഒരു സാഹചര്യം കിട്ടിയില്ലെന്നുള്ളത് ഒന്ന്. രണ്ടെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ഒരു റീബ്രാൻഡ് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പൊ പാബു ഇറങ്ങി, അംശം ഇറങ്ങി, ഇപ്പൊ പോലും ഞാൻ റീബ്രാൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ആക്സോമേനിയാക് എന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ വേറൊരു പാട്ട്, ആക്ച്വലി ഒരു കഴിഞ്ഞ കൊല്ലം ഞാൻ ആലോചിച്ചായിരുന്നു ഇതിനെ കുറിച്ച്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞ, ഈ ഒരു കൊച്ചു പയ്യൻ ആക്സോമേനിയാക് എന്നൊക്കെ ഇട്ട് സ്പോട്ടിഫൈയിൽ പാട്ടൊക്കെ ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഒക്കെ ഇട്ട് ആ മച്ചമ്പി കാരണം മാത്രമാണ് ഞാൻ ഈ കസേരയിൽ ഇപ്പം ഇരിക്കുന്നത്. അപ്പോൾ ആ മച്ചമ്പീനെ ഒന്നൊരു വാലിഡേറ്റ് ചെയ്യുക, ആ കൊച്ചു പയ്യനെയും കൂടെ ഒന്ന് വാലിഡേറ്റ് ചെയ്യാൻ കൂടെ മാത്രമാണ് ആക്സോമേനിയാക് നിന്ന്. അല്ലാണ്ട് പാട്ടും എൻ്റെ പേരുമായിട്ട് വലിയൊരു അങ്ങനെ ഒരു യോജിപ്പില്ല, ഒരു അലൈൻമെന്റ് ഇല്ല. പക്ഷേ എങ്കിലും സാരമില്ല. ഓക്കെ, നമ്മുടെ മ്യൂസിക് ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ മ്യൂസിക് സെൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സിനിമ റിലേറ്റഡ് ആണല്ലോ. സിനിമ റിലേറ്റഡ് മ്യൂസിക്കാണ് നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് തുടങ്ങി. അതിൻ്റെ മാറ്റം വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു മാക്സിമം ഒരു 4 to 5 years അല്ലെങ്കിൽ 5 to 6 years ഒക്കെ ആയിരിക്കും ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് സീൻസിലേക്ക് വന്നത്. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് സീൻസിൽ തന്നെ അതിൽ തന്നെ ഡിവിഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ സ്വന്തമായൊരു ട്രാക്ക് ഉണ്ടാക്കുന്നു, എൻ്റെ സ്വന്തം ചാനൽ റിലീസ് ചെയ്യുന്നു, അതിൽ നിന്ന് റവന്യൂ കിട്ടുന്നു, ഞാൻ ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. റെക്കോർഡ് ലേബിൾസ് എന്നെ ഹയർ ചെയ്തിട്ട് അതിൽ നിന്ന് ഞാൻ റെക്കോർഡ് വഴി ലേബൽ വഴി ബ്രാൻഡ് ചെയ്ത് അതുവഴി ഫണ്ട് ചെയ്ത് പ്രോജക്ട്സ് ഉണ്ടാക്കുന്നു എന്നൊരു പ്രോസസ് ഉണ്ട്. എന്തായിരുന്നു ആക്സോമേനിയാക്കിന്റെ വിഷൻ, അല്ലെങ്കിൽ ഈ ഇൻഡിപെൻഡൻസ് സീനിലേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു വിഷൻ ഉണ്ടല്ലോ, നമുക്ക് ഇന്ന സ്റ്റേജിൽ നമ്മൾ എത്തണം, അങ്ങനെ ഒരു സാധനം, പ്ലസ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ പരിപാടി എങ്ങനെയാണെന്ന് പറയാം? സോ ഈ ദീസ് ആർ 2 pipelines. ഒന്നെങ്കിൽ സ്വന്തമായിട്ട് പാട്ട് ഇറക്കി ഡിസ്ട്രോക്കിഡ് അങ്ങനത്തെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമുക്ക് പാട്ട് ഇറക്കി അവർ ഒരു വരുമാനം എടുക്കില്ല, പക്ഷെ എല്ലാ കൊല്ലം ഒരു സബ്സ്ക്രിപ്ഷൻ ഫീ എടുക്കും. 1500 രൂപയായിരുന്നു ഞാൻ ചെയ്ത സമയത്ത്, 1700 രൂപ എങ്ങാണ്ടായിരുന്നു ഞാൻ ചെയ്ത സമയത്ത്. കൊല്ലത്തിൽ 1700 രൂപ എടുക്കുക, എത്ര പാട്ടിനെ ഇറക്കുക, എത്ര ആൽബമിനെ ഇറക്കുക, 100% റവന്യൂ തിരിച്ചു കിട്ടുക. പക്ഷെ ഞാൻ ഇതൊരു ഇൻഡിപെൻഡൻ്റ് ഇറക്കിയ പാട്ടുകളിൽ എനിക്ക് 78 രൂപയാണ് കിട്ടിയിട്ടുള്ളത് ടോട്ടൽ മൊത്തം. 78 രൂപ. 78 രൂപ അതും കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയണ്ട, കാരണം പേയ്പാലൊക്കെ വഴിയാണ് പറഞ്ഞത്. ഇപ്പോൾ ഇന്ത്യയിൽ പേയ്പാൽ ഇല്ലല്ലോ, എന്തൊക്കെയോ ഞാൻ ആ കാശ് അവിടെ തന്നെ ഒരിക്കലും. ഡിസ്കോർഡ് വഴിയാണോ, മീൻസ് ഏത് പ്ലാറ്റ്ഫോം? അങ്ങനെ എല്ലാം ഇൻസ്റ്റാഗ്രാം എല്ലാം കൂടെ കമ്പൈൽ ചെയ്ത് 78 രൂപ എങ്ങാണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് ടൈം ചെക്ക് ചെയ്തപ്പോഴത്തേക്ക്. കുറച്ച് കാലം ചെക്ക് ചെയ്തിട്ട്, ബട്ട് ആ സമയത്ത് അന്ന് 2 കൊല്ലമായിക്കാണ് ഞാൻ പാട്ട് ഇറക്കിയിട്ട്. അതൊരു പൈപ്പ് ലൈൻ. അത് പക്ഷെ ഒരു ഗാമ്പിൾ തന്നെയാണ് നമ്മൾ. പക്ഷെ ഒരു ഹിറ്റ് പാട്ട് നമ്മൾ ലൈക്ക് ഇൻഡിപെൻഡൻ്റ് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ മാസം വരുമാനം, എത്ര കാലം പാട്ട് ഓടുന്നു അത്ര കാലം വരുമാനം. പക്ഷെ അതിന് ഒരു ഞാൻ വന്നിരുന്ന സാഹചര്യം, ഞാൻ പാട്ടുണ്ടാക്കിയപ്പോൾ എനിക്കുണ്ടായിരുന്ന സാഹചര്യത്തിൽ മ്യൂസിക് വീഡിയോ ഒക്കെ ഇടാനോ, എൻ്റെ കൂട്ടുകാർക്ക് കാശ് കൊടുക്കാനോ, ഒരു ഷോ ചെയ്യുമ്പോൾ ട്രാവൽ ചെയ്യാനോ അതിനുള്ള ഫ്രണ്ട് എൻഡ് കാശില്ലല്ലോ, റോൾ ചെയ്യാൻ കാശില്ലല്ലോ. തിരിച്ചു വന്ന ഷോർ അത് ഇത് ചെയ്യാന്ന് പറയാം, റീംബേഴ്സ് ചെയ്യാന്ന് പറയാം. പക്ഷെ ഇനീഷ്യൽ ഫണ്ട്സ് ക്യാപിറ്റലില്ലല്ലോ. അപ്പോഴത്തേക്കാണ് ഷോർ ലേബൽ ഈക്കോ സിസ്റ്റം ഇസ് ഓൾസോ ഒരു ഇത്, അവർ റിസ്ക് അവരെടുത്തോളൂ, ഞാൻ പാട്ടുണ്ടാക്കിയാൽ മതി എന്നുള്ളപ്പോഴത്തേക്ക് എനിക്ക് ദാറ്റ് വാസ് ബെറ്റർ ഫോർ മീ. കാരണം ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ കൂട്ടുകാർക്ക് കാശ് കൊടുക്കാൻ പറ്റും. എനിക്ക് അതായിരുന്നു കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്. കാരണം ഞാനിപ്പോൾ എൻ്റെ മ്യൂസിക്കിന് അത്ര റൈറ്റ്സ് ഇല്ലെങ്കിലും
ഞാൻ ഒരു മ്യൂസിക് വീഡിയോ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും അവരുടെ വരുമാനമുണ്ട് എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ഇവരെല്ലാവരും പട്ടിപ്പണി എടുത്തിട്ട് അവസാനം അവരൊന്നും തിരിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. അതിന്റെ റിസ്ക്കും അവരെടുക്കണമെന്ന് പറഞ്ഞാൽ അതും ഒരു ശരിയല്ല. ഇപ്പൊ ഞാനിപ്പോൾ ഇൻഡിപെൻഡൻ്റ്ലി എനിക്ക് എൻ്റെ പ്രിൻസിപ്പിൾ അതായിരുന്നു. ഞാൻ ഇൻഡിപെൻഡൻ്റ്ലി ചെയ്തിട്ട് മ്യൂസിക് വീഡിയോ ചെയ്തിട്ട് നീ ഇതിന്റെ റൈറ്റ്സ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഫെയർ ആയിട്ട് തോന്നിയില്ല. കാരണം മ്യൂസിക് വീഡിയോ വർക്ക് ആയില്ലെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെ ഇല്ല. എനിക്ക് പിന്നെ കുഴപ്പമില്ല, എൻ്റെ മ്യൂസിക് വീഡിയോ എൻ്റെ മുഖം എൻ്റെ പാട്ടെന്ന് പറയാം. അപ്പം ഞാൻ റിസ്ക് എടുക്കുന്നതിൽ കാര്യമുണ്ട്. അവർ റിസ്ക് എടുക്കുന്നതിൽ അത്ര ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോഴത്തേക്ക് ലേബൽ ഈക്കോ സിസ്റ്റം ആയിരുന്നു ഞാൻ ചൂസ് ചെയ്ത ആ സമയത്ത്. ബട്ട് അതൊരു പാത്ത് തന്നെയാണ്. ഒരു പക്ഷേ ലേബൽ ഈക്കോ സിസ്റ്റത്തിന് ശേഷവും യു ക്യാൻ ബിക്കം ഇൻഡിപെൻഡന്റ്. ലൈക്ക് ഓക്കെ, നിനക്കൊരു സ്റ്റേച്ചർ ഉണ്ട്, ഒരു ആർട്ടിസ്റ്റ് ഇപ്പൊ ആൾക്കാർക്ക് അറിയാം, പാട്ടുകൾ അറിയാം, ആക്സോമിനിയൊക്കെ ഒരു ബ്രാൻഡ് ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് ദെൻ യു ക്യാൻ ബിക്കം ദ ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ ഇപ്പൊ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ ആ ട്രയൽ റീൽ ഇട്ട അംശം ഹിറ്റായി. നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്തില്ലെന്നല്ല, ചെയ്തു. പക്ഷെങ്കിലും ആ ഒരു സാധനം കിട്ടിയപ്പോൾ ഇൻസ്റ്റാഗ്രാം പൊക്കി. നമ്മൾ ഒന്നും ചെയ്യണം, ഇൻസ്റ്റാഗ്രാം തന്നെ തൂക്കിയത്. അപ്പോൾ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊരു ബാലൻസിങ് ആക്ട് ആണ്. ഇഫ് യു വാണ്ട് ടു ബിക്കം ഇൻഡിപെൻഡന്റ് ദർ ഇസ് സ്റ്റിൽ ഒരു നല്ലൊരു പൈപ്പ് ലൈൻ വരെ ക്യാൻ ഗെറ്റ് ദർ. പക്ഷെ യു ഹാവ് ടു സി, നിനക്കൊരു നല്ല മ്യൂസിക് വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഇനിഷ്യൽ ക്യാപിറ്റൽ നിനക്ക് എവിടെന്നെങ്കിലും കൊണ്ടുവരേണ്ടി വരും. ലേബൽ ഈക്കോ സിസ്റ്റം വാസ് ഫോർ മീ ദ സേഫസ്റ്റ്. കാരണം അവർ പാട്ടിനാണ് ഇൻവെസ്റ്റ്മെന്റ് ഇടുന്നത്. അത് ഞാൻ പാട്ട് ഹിറ്റായ അത് അവരെടുത്തോളൂ, കുഴപ്പമില്ല. ഇതിന്റെ തന്നെ ഒരു ഫ്യൂച്ചർ ഉണ്ടല്ലോ. ഇപ്പോൾ പാക്സോ പറയുന്ന ഈ പൈപ്പ് ലൈനിലുള്ള ഇതിലൊക്കെ ഒരു ഗ്ലോബൽ രീതിയിലും കൂടെ മലയാളം ഇൻഡി സോങ്സിന് റെക്കഗ്നിഷൻ കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ ഹനുമാൻ കൈൻഡ് മുതൽ ഇപ്പോൾ നമ്മൾ ഡാപ്സി സംസാരിക്കുന്ന MHR, ഇതിലൊക്കെ ആക്സോമേനിയയും കൂടെ ഭാഗമാണ്. ഗ്ലോബൽ രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫ്യൂച്ചറിൽ എന്താണ് ഈ ലേബൽ മലയാളം ഇൻഡിപെൻഡന്റ് കമ്പോസേഴ്സിനെ അതൊരു ഗ്രോയിങ് സ്പേസ് തന്നെ ആയിട്ടാണോ ഇപ്പോഴും വളരുന്നത്? അതൊരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്? കാരണം നമ്മൾ മലയാള സിനിമയും വളർന്നതിന്റെ കൂടെ മലയാളം എന്നുള്ള ഭാഷയ്ക്കുള്ളൊരു അക്സെപ്റ്റൻസ് ഐ ഫീൽ ലൈക്ക് കഴിഞ്ഞ കൊല്ലങ്ങളിൽ ലേശം കൂടിയിട്ടുണ്ട്. ഇന്ത്യക്കകത്തും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മലയാളം സിനിമകൾ ഇച്ചിരൂടെ ഒരു നല്ലൊരു പാൻ ഇന്ത്യ റീച്ച് ഉണ്ട്. മലയാള സിനിമയ്ക്ക് നല്ലൊരു അഭിപ്രായം. ലൈക്ക് മലയാളം സംസാരിക്കാത്ത ആൾക്കാർക്ക് മലയാളം സിനിമ ഇഷ്ടം. അങ്ങനെ ഇങ്ങനെ ഓപ്പൺലി നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ തുടങ്ങി. മലയാളികളെ സ്നേഹിക്കുന്ന, മലയാളികളുടെ മ്യൂസിക് ആയാലും ആർട്ടായാലും ഫിലിമായാലും സ്നേഹിക്കുന്ന ആ ഒരു റിസപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മലയാളം പാട്ടുകളും അതിന്റെ കൂടെ ഒന്ന് പൊങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലുമിനാട്ടിയൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് സിനിമ പാട്ടാണ്, ശരിയാണ്. പക്ഷെ സിനിമാ പാട്ട് പോലും ആ ഇല്ലുമിനാട്ടി പാട്ട് കുറെ ഹിന്ദിക്കാരെ കേട്ട്, ലൈക്ക് ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ കേട്ട്, തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാർ കേട്ട്, അവരെല്ലാം ഒരേപോലെ നമ്മൾ സ്നേഹിക്കുന്ന പോലെയാണ് ആ പാട്ട് അവരും സ്നേഹിക്കുന്നത്. അവർക്ക് ആവേശം ഒരു പക്ഷെ അറിഞ്ഞുകൊണ്ടായിരിക്കും. ഇല്ലുമിനാട്ടി അറിയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ കൂട്ടുകാരനുണ്ട് ആക്ച്വലി ആവേശം അറിഞ്ഞുകൊണ്ടിരുന്നവന് ഇല്ലുമിനാട്ടി അറിയാം. ലൈക്ക് അതൊക്കെ ഒരു പുതിയൊരു പ്രതിഭാസം ആക്ച്വലി. അതിൻ്റെ കൂടെയാണ് നമ്മൾ ഐ ഫീൽ ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു ഈ ഒരു സെക്ടർ ഓഫ് മ്യൂസിക് പുറത്ത് കൂടുതൽ കേട്ട് തുടങ്ങി. നമ്മൾ ആ ഒരു 2023 സ്റ്റാറ്റാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇൻഡിപെൻഡന്റ് മ്യൂസിക് ബോളിവുഡും ഫിലിം മ്യൂസിക്കിനെക്കാളും കൂടുതൽ പുറത്ത് ആ കൊല്ലമാണ് ആദ്യമായിട്ട് നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് മ്യൂസിക് കൂടുതൽ കേട്ട് ആ കൊല്ലമായിരുന്നു. അവിടെ നിന്ന് ഫ്ലിപ്പായി എന്നാണ് എനിക്ക് തോന്നുന്നത്. സമയത്ത് മലയാളം ഒരു 5300% ഇൻക്രീസും ചെയ്തായിരുന്നു ലിസണർഷിപ്പിന്. ഐ ഫെൽറ്റ് ലൈക്ക് ആ ഒരു ടൈഡിന്റെ കൂടെ ഐ ഫീൽ ലൈക്ക് വി ഹാവ് ഗോട്ടൻ ടു ഒരു പ്ലേസ് വെർ എവറിബഡി ഈസ് ലിസണിങ് ടു independent music board and Malayalam music board. So like by proxy independent Malayalam music board. And അതിന്റെ ഒരു ബെനിഫിറ്റ് ആണ് ഞാൻ ഇപ്പോൾ റീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്സോമേനിയക്കിന്റെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഫ്രം ഫിലിം ഫോളോ ചെയ്യുന്ന, അതായത് ഒരു ചെറുപ്പം മുതൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ചരിത്രം എടുത്ത് നോക്കിയാൽ സിനിമ മ്യൂസിക് ആണല്ലോ ഉള്ളത്. അതെ അതെ. ആരാണ് ഫോളോ? ദീപക് ദേവ്, ഗോപി സുന്ദർ, ഇവര് രണ്ടുപേരും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇല്ലെന്നുള്ള രീതിയാണ്. കാരണം അത് കുറച്ചുകൂടെ ഒരു റീസെന്റ് ടൈം. അത് കുറച്ച് റീസെന്റ്. പക്ഷെ ഞാൻ ചെറുപ്പമാണ്. ഞാൻ 2003 ഞാൻ ചെറുപ്പമാണ്. 22 വയസ്സ് ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഞാൻ ദീപക് ദേവും ഗോപി സുന്ദറും കേട്ടാണ് ഞാൻ വളരുന്നത്. പക്ഷെ എൻ്റെ അച്ഛൻ്റെ കാലഘട്ടത്തിൽ ഐ തിങ്ക് ഹി വാസ് ലിസണിങ് ടു മോർ രവീന്ദ്ര മാഷ് ആൻഡ് ദെൻ വിദ്യാസാഗർ ഓൾസോ. പക്ഷെ അതും ഇച്ചിരി കുറച്ചുകൂടെ ന്യൂസ് റീസെന്റ് ആണ്. പക്ഷെ വിദ്യാസാഗർ, രവീന്ദ്ര മാഷ്, ജോൺസൺ മാഷ് ഇവരൊക്കെ ആയിരുന്നു ഐ തിങ്ക് അച്ഛൻ കേട്ടോണ്ടിരുന്നത്. അച്ഛനും അമ്മയും കേൾക്കുന്നതാണ് ഞാൻ കേൾക്കുന്നത്. എല്ലാ ദിവസവും രാത്രി റേഡിയോ ഇട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ കേട്ട് എല്ലാ ദിവസവും ഇറ്റ് വാസ് എ റിച്വൽ. അതില്ലാണ്ട് കഴിക്കില്ല.
അപ്പോൾ അങ്ങനെ കേട്ട് വളർന്ന ആൾക്കാരാണ് ഞാൻ ഇന്നും കേൾക്കുന്നത്. പക്ഷെ അതിലും ഐ വുഡ് സേ ഈ രണ്ടുപേരെന്ന് പറഞ്ഞാൽ എന്നെ കൂടുതൽ കണക്ട് ചെയ്തത്. അപ്പൊ എന്നോട് സംസാരിച്ച സംഗീതമാണ് ഇവരെല്ലാവരുടെയും, ഈ ദീപക് ദേവിന്റെയും ഗോപി സുന്ദറിന്റെയും. കാരണം R&B ഡ്രംസ് ഉണ്ട്, ഒരു ഇന്റിമസി ഉണ്ട്, ലൈക്ക് പാടുന്നതിലും ഇല്ലേ. പണ്ട് ഐ ഫീൽ അതിന് യോജിപ്പില്ലെന്നല്ല, ഇങ്ങനെ ഭയങ്കര പെർഫോർമേറ്റീവ് ആയിട്ട് പാടുന്ന സിംഗേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ പതിയെ ഇന്റിമേറ്റ് ആയിട്ട് ഇപ്പൊ അംശം പോലും പറയുന്ന പല കള്ള ഇങ്ങനെയല്ല പാടുന്നത്. ഞാൻ പറയുന്ന അങ്ങനെയല്ല ഞാൻ പാടുന്നത്. ഒരാൾക്കൊരു സ്വകാര്യം പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് മെലഡി തന്നെയാണ് മെലഡി അങ്ങനെയാ പാടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ മലയാള പാട്ടിൽ വന്നു തുടങ്ങി 2010 ശേഷം. അതും R&B ആയിട്ടൊരു ഒരു സാമ്യമുണ്ട്. കാരണം അവരും ചില സമയത്ത് പാട്ട് പാടുന്ന പെർഫോം ചെയ്യാനല്ല, സംസാരിക്കാൻ വേണ്ടിയാ. അത് റാപ്പ് മ്യൂസിക്കിലും അങ്ങനെ ചിലർ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് പാട്ട് ഇറക്കുന്നത്, ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം പാട്ടാണ്, ബീറ്റ് ഉണ്ടെന്ന് മാത്രം. ബീറ്റ് ഇല്ലായിരുന്നെങ്കിലും ബീറ്റ് ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കും ഉണ്ട്. അപ്പോൾ R&B മ്യൂസിക്കിലും ചില സമയത്ത് സംസാരിക്കുന്ന ആ ഒരു ശേഷിയുണ്ട്, ആ ഒരു ട്രേറ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ മലയാള മ്യൂസിക് 2010 ശേഷം അത് ഈ രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സിനാണ് ഐ ഫീൽ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പം അവർ തന്നെയാണ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ അംശം പാടിക്കേട്ട് വൈൻഡപ്പ് ചെയ്യാം എന്ന് തോന്നുന്നു എനിക്ക്. പാതാളം ഊരായാലും നീ നിന്നെ വിളിച്ചാലും നാശാടും, ഈ തത്തമ്മ പെണ്ണെന്നെ കടിച്ചാൽ ഞാൻ മുളകായി മാറും, പിന്നെ അവനെരിഞ്ഞലിണയായി ഒരു ചിരിയും ചാർത്തും, മനസ്സില് മേൽത്തൊട്ടും കൈ കേറിയ അവതാരം, മനസ്സില് കൊടും തീയെല്ലാം കെടുത്തി അവളാലും, മനസ്സില് ഭാരം ഇറക്കി വെക്കുന്നതാകും, വിധിച്ചതും തൽക്കാലം അങ്ങനാണേൽ ശരിയാമേൽ, നിന്റെ പല കള്ളക്കഥകളും അലങ്കൃതമായി തീരാം, പകരുന്ന തരം പ്രവണതകളും കരളിതളായി വിരിയാം.